പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നു. ഇതിനെതിരെ ഒന്നും പ്രതികരിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത്തരം പോസ്റ്റുകളിലൂടെ സമൂഹത്തിൽ വിഷം വിതയ്ക്കുന്നത് കാണുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? അതും എൻ്റെ പേര് വെച്ചിട്ട്. അത് വ്യക്തിപരമായി പറയുന്ന പോലെ അല്ലല്ലോ. അത് അങ്ങനെ കുറേ പേരുണ്ട്, തെറി വിളിക്കുന്നവരുണ്ട്, കുറ്റങ്ങൾ പറയുന്നവരുണ്ട്. അതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എന്നെ തെറി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നവരുണ്ട്. അതൊക്കെ അവർ ചെയ്തോട്ടെ, അത് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ പേര് വെച്ചിട്ട് പോസ്റ്റിൽ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ചാണക്യ ന്യൂസിലാണ്. അതിൽ 2 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫോട്ടോ എൻ്റെ, രണ്ടാമത്തെ നമ്മുടെ ദേവനന്ദ ചേച്ചിയുടെ, നമ്മുടെ കല്ലുവിൻ്റെ. അതിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വിഷമാണെന്ന്. ചിത്രത്തിലെ ആദ്യത്തെ പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലായി പല വേദികളിലും വളരെ പക്വതയോടെ ആഴത്തിൽ സംസാരിക്കുന്നത് കേട്ടു. അവളെക്കുറിച്ചുള്ള ഓരോ പോസ്റ്റിനും താഴെ അവളുടെ അറിവിനെക്കുറിച്ചും അവളുടെ സ്മാർട്ട്നെസ്സിനെക്കുറിച്ചും നിറയെ പുകഴ്ത്തലുകൾ ഉണ്ട്. ശരിയാണ്, അവൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പ്രായത്തിലും കൂടുതൽ പക്വതയോടെ. അവൾ അതിനുള്ള അഭിനന്ദനങ്ങളും നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ അത്രയും പറയുന്നത് എൻ്റെ കാര്യമാണ്. രണ്ടാമത് പറയുന്നത് നമ്മുടെ ദേവനന്ദ ചേച്ചിയുടെ. പക്ഷേ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി ഒരുപക്ഷെ ആദ്യത്തെ പെൺകുട്ടിയേക്കാൾ പ്രായത്തിൽ മുതിർന്നതാണെന്ന് തോന്നുന്നു. ഈ കുട്ടി ഒരു സിനിമയിൽ മുഖ്യ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവൾ പല വേദികളിലും പല ഇൻ്റർവ്യൂകളിലും വളരെ പാകതയോടെ സംസാരിക്കാറുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി പുസ്തകങ്ങൾ വായിച്ച അറിവ് അവളുടെ സംസാരത്തിൽ പ്രതിഫലിക്കാറുണ്ട്. അവൾ വളരെ നല്ല കാര്യങ്ങളാണ് പറയാറുള്ളത്. വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടി. പക്ഷേ അവളെക്കുറിച്ചുള്ള ഓരോ പോസ്റ്റുകളുടെയും താഴെ ഒരു കൊച്ചു പെൺകുട്ടിയാണെന്ന് പോലും പരിഗണിക്കാതെ തെറി അഭിഷേകങ്ങൾ കാണാം. ഒരേ രീതിയിൽ സംസാരിക്കുന്ന 2 ചെറിയ പെൺകുട്ടികൾ സമൂഹത്തിൽ 2 തരത്തിൽ സ്വീകരിക്കപ്പെടുന്നു. ഒരാൾ മിടുക്കിയായ പെൺകുട്ടി എന്ന അഭിനന്ദിക്കപ്പെടുമ്പോൾ ഒരാൾ അധിക പ്രസംഗി എന്ന പേരിൽ അപമാനിക്കപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ കാരണമെന്തെന്ന്? ഇവിടാണ് ശ്രദ്ധിച്ച് കേൾക്കണ്ടേ. ആദ്യത്തെ കുട്ടിയുടെ പേര് ഐഷ, രണ്ടാമത്തെ കുട്ടിയുടെ പേര് ദേവനന്ദ. അതെ, മതം തന്നെയാണ്. മതം മാത്രമാണ് ഇവിടെ നോട്ടം. എന്നിട്ടോ വാഴ്ത്തുന്നതോ വലിയ മതേതരർ എന്നും. ഇതെഴുതിയത് ഹിമയാണ്. ആ ഫോട്ടോ ഇതാണ്. ഇത് കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങുന്നുണ്ട്. ഇത് ശരിക്കും എന്ത് കഷ്ടമാണിത്! എന്ത് നന്മയാണ് ഇതിലൂടെ കൊടുക്കുന്നത്, സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഈ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതോടെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിനൊക്കെ മതം കുത്തിക്കയറ്റുന്നത് എന്തിനാ? ഇപ്പം തന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ പേരുകൊണ്ടാണോ, അല്ലേ എൻ്റെ മതം കൊണ്ട് വല്ലതും ആണോ? അല്ലല്ലോ. എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി, എന്നെ സ്നേഹിച്ചാൽ മതി. അല്ലാതെ സ്നേഹിക്കുന്നവർ, എനിക്ക് അങ്ങനെയുള്ള സ്നേഹം വേണ്ട, സപ്പോർട്ട് വേണ്ട. എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മതി. അതിപ്പം
ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ തട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ ഈ തട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വൈറലായപ്പം എന്നെ ആദ്യം വിളിച്ച് പറഞ്ഞത് അപ്രിഷ്യേറ്റ് ചെയ്തത് നമ്മുടെ ഈ നാട്ടിലെ ചർച്ചിലെ അച്ഛനായിരുന്നു. അച്ഛൻ ഇപ്പോൾ ദുബായിലാണുള്ളത്. അപ്പം എന്നെ വിളിച്ചിട്ട് ആദ്യം അപ്രിഷ്യേറ്റ് ചെയ്തത് അച്ഛനാണ്. ഇപ്പം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആശാൻ പഠിപ്പിച്ചിട്ടുള്ളത്, ആശാനോ അല്ലെ വീട്ടുകാർ ആരാണോ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ മതം പോലെ എല്ലാവരെയും സ്നേഹിക്കുക എന്നാണ്. ഇപ്പം തന്നെ എൻ്റെ ആശാൻ്റെ കൂട്ടുകാരൻ പ്രസാദേട്ടന്, ഇന്ദ്രേട്ടന്, പിന്നെ സനലേട്ടന്, ജിജോ അച്ഛൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഉണ്ട്. അതുപോലെ എന്നെ സ്നേഹിക്കുന്ന മേരി ആൻറ്റി, രാധ ആൻറ്റി, പിന്നെ ബിന്ദു അമ്മ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇപ്പം തന്നെ മേരി ആൻറ്റി എനിക്ക് എപ്പോഴും ഈ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു തരാറുണ്ട്. ഈ നെഗറ്റീവ് കമൻറ്റ് കുറേ വന്നപ്പം മേരി ആൻറ്റി എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അതൊക്കെയാണ് എൻ്റെ ഇത്ര ധൈര്യം നിൽക്കുന്നത്. ഞാൻ ഒന്ന് കേൾപ്പിക്കാവേ. പിന്നെ മക്കളെ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമം, കരച്ചില് വരുന്നുണ്ട് എനിക്ക്. എന്നും ഞാൻ വൈകിട്ട് മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു മോളെ. എന്റെ പൊന്നു മോളെ, ഓരോരുത്തരും ഇങ്ങനെയൊക്കെ പറയുന്നതേ. മക്കള് വിഷമിച്ചു പോവല്ലേ, ധൈര്യമായിട്ട് മുന്നേറിക്കോണം കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥന, എന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥന മക്കൾക്ക് എപ്പോഴും ഉണ്ട്. മോള് മിടുക്കിയായിട്ട് നല്ല എല്ലാ പ്രോഗ്രാമും ചെയ്ത് നല്ല മിടുക്കിയായിട്ട് പോണം കേട്ടോ. ഓക്കെ പൊന്നിന് ചക്കര ഉമ്മ. മേരി ആൻറ്റിയെ പോലെ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ എന്നെ സ്നേഹിച്ചും ഇതുപോലെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടുമ്പോഴാണ് എനിക്കൊരു ധൈര്യം ഇങ്ങനെ കത്തിക്കേറി വരുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ വീട് പൊളിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടില്ലായിരുന്നോ? അത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ചിലപ്പം. നമ്മുടെ പ്രസാദേട്ടൻ്റെ ഒരു കമൻറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. നമ്മളെല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടെ പോകുന്നതല്ലേ നല്ലത്. അതിനിടയിൽ ഞങ്ങൾ കുട്ടികളിൽ മതം കുത്തിക്കയറ്റുന്ന എന്തിനാ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ അടുത്ത് നമ്മുടെ അരുണേട്ടൻ്റെ അടുത്ത്, റിപ്പോർട്ട് ചാനലിലെ അരുണേട്ടൻ്റെ അടുത്ത് ചോദിച്ച പോലെ, ദൈവത്തില്ലാത്ത പ്രശ്നം നമുക്കെന്തിനാ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത് എന്താണ്? നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണെന്നല്ലേ? അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ലെ മതമില്ലാത്ത ആളോ, എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണെന്നല്ലേ എല്ലാവരും വിശ്വസിക്കുന്നത്. അത് പല പേര് വിളിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അള്ളാഹു എന്ന് വിളിക്കുന്നു, ഈശ്വരൻ എന്ന് വിളിക്കുന്നു, കർത്താവ് എന്ന് വിളിക്കുന്നു, പല പേര് വിളിക്കുന്നു എന്നല്ലേ ഉള്ളൂ. ഒരൊറ്റ ശക്തിയല്ലേ നമുക്ക് കഴിക്കാൻ തരുന്നതും അതുപോലെ കുടിക്കാൻ തരുന്നതും ഒക്കെ ആരാ? നമ്മുടെ ദൈവമല്ലേ. അപ്പോൾ ദൈവത്തിന് വേണേ ഇത് നമ്മുടെ പാർട്ടിക്കാരല്ല, അവരങ്ങ് നശിപ്പിച്ചേക്കാം എന്ന് ചെയ്തൂടെ? ദൈവത്തിന് കഴിവില്ലേ? ദൈവത്തിന് അത് ചെയ്തൂടെ? ദൈവം ചെയ്തില്ലല്ലോ. പക്ഷെ അത് ദൈവം എന്താ ചെയ്തേ? നിങ്ങൾക്ക് മുസ്ലിം ആകണോ, ഏത് മതം ആകണമെന്ന് വെച്ചാൽ ആയിക്കോന്നല്ലേ പറഞ്ഞേ? മുസ്ലിം ആകണോ ആയിക്കോ, ക്രിസ്ത്യാനി ആവണോ ആയിക്കോ, ഹിന്ദു ആവണോ ആയിക്കോ, അല്ലേ? എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഈ മതത്തിന് പേര് ഇവരെന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ദൈവത്തില്ലാത്ത പ്രശ്നം ഇവർക്കെന്തിനാ? ഉദാഹരണം, തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ് കാസർഗോട്ടേക്ക് പോകുന്നു. അതിൽ കൊല്ലത്തിറങ്ങാൻ ടിക്കറ്റ് എടുത്തവരുണ്ട്, എറണാകുളത്ത് ഇറങ്ങാൻ ടിക്കറ്റ് എടുത്തവരുണ്ട്, കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തവരുണ്ട്, അതുപോലെ ഒത്തിരി പേരുണ്ട്. പല സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തവരുണ്ട്. അപ്പോൾ ഒരാൾ പറയാ, ഞാൻ തൃശ്ശൂരിലേക്കാണ് ടിക്കറ്റ് എടുത്തത്, അതുകൊണ്ട് എല്ലാവരും തൃശ്ശൂരിൽ ഇറങ്ങണം. അത് ശരിയാണോ? അപ്പോൾ വേറൊരാൾ പറയാ, ഞാൻ കോഴിക്കോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എല്ലാവരും കോഴിക്കോട്ടേക്ക് പോകണം. അതും ശരിയാണോ? അപ്പോൾ ഒരാൾ പറയുക, ഈ വണ്ടി കാസർഗോഡ് വരെയാണ് ഓടുന്നത്, അതുകൊണ്ട് എല്ലാവരും കാസർഗോട്ടേക്ക് വരണം. അത് ശരിയാണോ? അല്ല, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ ഇറങ്ങട്ടെ. അവർ ടിക്കറ്റ് എടുത്ത് എവിടാണോ അവിടേക്ക് ഇറങ്ങട്ടെ. കൊല്ലത്താണോ ഇറങ്ങട്ടെ,
എറണാകുളത്താണോ? ഇറങ്ങട്ടെ. കോഴിക്കോടാണോ? ഇറങ്ങട്ടെ. ഇനി ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, പൊക്കട്ടെ, കയറട്ടെ, എങ്ങോട്ടെങ്കിലും പോട്ടെ. ഇനി കാസർഗോട്ടേക്കുള്ള ബസ്സിൽ കയറിയിട്ട് തിരിഞ്ഞിരുന്നിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്കാ പോകുന്നതെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ അവര്. നമുക്കെന്ത് പ്രശ്നം? ഇപ്പം ദേവനന്ദ ചേച്ചിയുടെ കാര്യം തന്നെ എടുക്ക്. ദേവനന്ദ ചേച്ചി അവാർഡ് നിശ്ചയിച്ച കുട്ടികൾക്ക് വേണ്ടിയല്ലേ പ്രതികരിച്ചത്? അത് ന്യായമല്ലേ? ന്യായമായ ചോദ്യമല്ലേ അത്? ആ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ അതിന് മറുപടിയായിട്ട് കമൻ്റ് ഇട്ടിരുന്നു. അത് ബാലതാരങ്ങൾക്ക് അവഗണന, കുട്ടികളും സമൂഹത്തിൻ്റെ ഭാഗം, അവർക്കും അവസരം കിട്ടണം. ദേവനന്ദ. അതിൻ്റെ അകത്ത് ഫസ്റ്റത്തെ കമൻറ്റ് നിങ്ങൾ നോക്കിക്കോ. മറ്റേ ആശാനും പിള്ളേരും ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. യെസ്, ഐ ആം വിത്ത് യു. കണ്ടോ? ഫസ്റ്റ് കിടക്കുന്ന കമൻറ്റ് എൻ്റെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ അറിയാം, ദേവനന്ദ ചേച്ചിയുടെ വീഡിയോയ്ക്ക് താഴെയാണെങ്കിലും ഒത്തിരി മോശമായ കമൻറ്റുകൾ വരാറുണ്ട്. അതിപ്പോൾ എൻ്റെ വീഡിയോയ്ക്കും താഴെ വരാറുണ്ട്. ചിലപ്പം ഈ വീഡിയോയ്ക്ക് താഴെയും വരും, കുറേ വരുവാനും സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് വരുന്നുണ്ട്, അത് അവരുടെ ജോലിയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തെറിയേറ്റ കുട്ടിക്ക് അവാർഡുണ്ടെങ്കിൽ അതെനിക്ക് തരണം. ഞാനാണ് ഏറ്റവും കൂടുതൽ തെറിയേറ്റത്, അതുകൊണ്ട് അതെനിക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ കുറച്ച് പേര് എല്ലാ മതത്തിലും ഉണ്ട്. അതിപ്പം അവർക്ക് ദേവനന്ദ ചേച്ചിയാണെന്നോ അല്ലെ ഐഷ ആണെന്നോ അല്ലെ മീനാക്ഷി ആണെന്നോ കുട്ടികളാണെന്നോ ഒന്നും തന്നെ ഇല്ല. അത് ഒരു സൈസ് ആൾക്കാരാണ്. അവർക്കങ്ങനെ അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എല്ലാ മതങ്ങളിലും കുറച്ച് പേരുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാ മതവിശ്വാസികൾക്കും ഒരു ഭക്തി ഉണ്ടല്ലോ. ഇവിടെ അല്ലേത് ഹൃദയത്തിൽ സ്നേഹവും കാരുണ്യവും ദയയും ബഹുമാനവും ഒക്കെ ഉള്ളിടത്തല്ലേ ഭക്തി ഉണ്ടാവൂ, ദൈവ ചൈതന്യം ഉണ്ടാവൂ. അതൊക്കെ ഉള്ള ആൾക്ക് ഇങ്ങനെ കമൻ്റ് ഇടാൻ തോന്നുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് വിശ്വാസം ഇല്ലെന്ന്. ദേവനന്ദ ചേച്ചി നല്ല കഴിവുള്ള ആളാണ്. എന്നെക്കാട്ടി സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ആക്ടറാണ്. ഇൻ്റർവ്യൂവിലൊക്കെ നല്ല പക്വതയോടെ സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് സഹിക്കത്തില്ല. അപ്പോൾ ഒരു അമ്മായി വന്നു, വല്യമ്മ വന്നു എന്നൊക്കെ കമന്റിട്ടുണ്ട്. അതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ അവർ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളും സംസാരിക്കാൻ പാടില്ല. അവരൊരു അളവ് വെച്ചിട്ടുണ്ട്, അത് കൂടിപ്പോയാൽ അധിക പ്രസംഗിയാവും. അന്ന് നമ്മളൊരു വീഡിയോ കണ്ടില്ലായിരുന്നോ? ഒരു കൂട്ടുകാരൻ്റെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിലേക്കുള്ള വഴി ഗേറ്റ് വെച്ച് പോലീസുകാർ അടിച്ചിട്ടിരിക്കുന്നു, സമരം കാരണം. അപ്പോൾ ഈ കൂട്ടുകാരൻ പോലീസിനോട് ചോദിച്ചു, ഒന്നെങ്കിൽ ഗേറ്റ് തുറന്നു തരണം, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരണം, എനിക്ക് വിശക്കുന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? പോലീസ് അങ്കിൾ മാമനോട് അങ്ങനെ പറയല്ലേ, അധിക പ്രസംഗിയായി പോവും എന്ന് പറയാൻ പറ്റുമോ? കാലം മാറി. സ്കൂളിൽ പോലും പോകാതെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 10 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നേടിയ പിള്ളേരുള്ള നാടാണ് നമ്മുടെ നാട്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങൾ കുട്ടികളെ വെച്ചിട്ട് മതത്തിൻ്റെ കാര്യം പറഞ്ഞ് ജനങ്ങൾ തമ്മിൽ വെറുപ്പുണ്ടാക്കരുത്, പ്ലീസ്. ദേവനന്ദയും ഐഷയും മീനാക്ഷിയും എല്ലാവരും ഈ ലോകത്ത് സ്നേഹത്തോടെ ജീവിച്ചു പോട്ടെ. സ്നേഹം മരിക്കരുത്, നമുക്ക് ജീവിക്കണം.